4 മത്സരം പരീക്ഷകൾ നടത്തിയാൽ കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. കിബർ അണുമണി തൂക്കം ഹൃദയത്തിലുള്ള സ്വർഗത്ത് പോല. എന്താ ഒന്നാമത്തത്? തന്റെ സഹപ്രവർത്തകർ, സഹഭാരവാഹികൾ, ഒരേ പ്രായത്തിലുള്ളവർ നമ്മളോട് ഒരു മസ്അലയിലോ ഒരാശയത്തിലോ ഒരു ശരിയായ മസ്അല, ശരിയായ അഭിപ്രായം നമ്മളോട് പറഞ്ഞു. നമ്മുടെ ഒരേ പ്രായത്തിലുള്ളവരോ സമപ്രായക്കാരോ സഹഭാരവാഹികളോ കീഴ്ഘടകങ്ങളിലുള്ള ആരെങ്കിലും ആവട്ടെ, ഒരു ശരി നമ്മളോട് പറഞ്ഞു. ആ ശരി നമുക്ക് സ്വീകരിക്കാൻ മടി ഉണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് കിബർ ഉണ്ട് എന്നാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. നീ ആരോ പറയാൻ? ഞാൻ സംഘടനയിൽ 36 കൊല്ലേ, നീ കഴിഞ്ഞ കൊല്ലല്ലേ ജനറൽ ബോഡിയിൽ കയറിയത്, ഇരിക്കടായിരുന്നു എന്നാണ് നിനക്ക് തോന്നുന്നെങ്കിൽ നിനക്ക് കിബർ ഉണ്ട്. ആളതിന് കുറച്ചെല്ലാം അതവ് വേണ്ട. മുപ്പര് എങ്ങനെ ആവശ്യം മീറ്റിങ്ങിൽ പറയും. പിന്നെ ഇതിനെ മീറ്റിംഗ് തീരുമാനം നോട്ടീസിലിട്ടാ പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദറിൽ വെച്ച് ഒരു സ്വഹാബി പറഞ്ഞു, ഒരു ടെന്റ് കെട്ടിയാലോ? ഓ കെട്ടോ. ഒരു ഹൗള് കെട്ടിയാലോ? ഓ കെട്ടോ. ആരഭിപ്രായം പറഞ്ഞാലും തങ്ങൾ സ്വീകരിക്കും. കണ്ടോ? അത് അവിടുത്തെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് കിബർ ഉണ്ട് എന്നുള്ളതിന്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നതാണ്. കൂടെ പ്രവർത്തിക്കുന്നവരോ ക്ലാസ്മേറ്റ്സോ ഒരു ശരി പറഞ്ഞാൽ, ഒരു മസല പറഞ്ഞാൽ അയാൾ അംഗീകരിക്കൂല. അയാൾ അങ്ങനെ കിതാബൊന്നും തിരിയുന്ന ആളൊന്നും അല്ല. പിന്നെ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടോ മലയാള പുസ്തകം വായിച്ചിട്ടായിട്ടും പറയുന്നേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നിന്ദിക്കും. ഡാ കിബർ ഉണ്ടടാ, നിനക്ക് കിബർ ഉണ്ട്. യഥാർത്ഥത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു ശരി പറഞ്ഞെന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാണ് വേണ്ടത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, ജസാക്കല്ലാഹു ഖൈറാ എന്നാണ് പറയുന്നത്. അല്ലാതെ എന്തല്ല നീ ആരാ എന്നോട് പറയാൻ, ഈ ആരാ എന്നെ ഉപദേശിക്കാൻ എന്ന് പറയലല്ല. അതാണ് ഒന്നാമത്തെ പരീക്ഷ. കൂടെ ഉള്ളവർ ശരി പറഞ്ഞെന്നാൽ അംഗീകരിക്കാതിരിക്കൽ കിബറിന്റെ അലാമത്താണ്. 2, ഒരു സദസ്സിൽ പങ്കെടുത്താൽ കൂട്ടുകാരെ മുന്നിലിരുത്താൻ, കൂട്ടുകാർക്ക് മുമ്പിലത്തെ ചെയർ കൊടുക്കാൻ മടി ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് അയാൾക്ക് കിബർ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമായി ഗസാലി ഇമാം ഇഹ്യയിൽ എഴുതി വെക്കുന്നുണ്ട്. എനിക്ക് കസേര കിട്ടണം എന്നല്ല ചിന്തിക്കേണ്ടത്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ചിലപ്പം കുറേ ആൾ നമ്മളെ ബഹുമാനിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കല്യാണത്തിന് നമ്മൾ പോയിട്ട് നമുക്കാറ്റും നല്ല കസേര കിട്ടിയിട്ടില്ലെങ്കിൽ എന്തിനാ വിളിച്ചിട്ട് അന്നേരം കിബർ അങ്ങ് പുറത്തേക്ക് വരും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാർ നമ്മളെ ബഹുമാനിച്ചൊരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടാവും. നമുക്ക് പരിചയമില്ലാത്തൊരു സദസ്സിൽ പോയിട്ട് നമ്മൾ മെയിൻറ്റാക്കാൻ ആരും ഇല്ലെങ്കിൽ അന്നാണ് നിനക്ക് കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുക. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആർക്കും സീറ്റ് കിട്ടാത്ത ഘട്ടത്തിൽ എനിക്ക് സീറ്റ് കിട്ടണമെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ, ഓനിക്ക് നരകത്തിലെ സീറ്റ് കൺഫേം ആണ്, വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല, കൺഫേം ആണ്. അബൂജഹലാറ്റ് ആടി ഇരുന്നില്ലെങ്കിൽ ഹലോ ഇത് എന്റെ സീറ്റാണ്, S1 അല്ലേ 36 എന്റേതാ, അടിയിരിക്ക. എന്താ ഇപ്പൊ അതിന് മാത്രം നമുക്ക് ഉള്ളത്? വയറ്റിന്റെ ഉള്ളിൽ മൊത്തം രജസല്ലേ, ഇനി എന്തിനാ മോനെ കിബറൊക്കെ എന്നാണ് മഹത്തുക്കൾ ചോദിക്കണം. 3, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിയിട്ട് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ട്. എങ്ങനെ പോവാ, ഞാനിപ്പോ സാധനം മാർക്കറ്റിൽ മത്തിയല വാങ്ങാൻ പോകുമ്പോ മോശല്ലേ എന്നൊരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എടാ മോനെ നിനക്ക് കിബർ ഉണ്ട്. ആ കിബർ ഇല്ലാതിരിക്കാൻ നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ വീട്ടിലേക്കുള്ള വസ്തുക്കൾ നീ തന്നെ വാങ്ങണം, എന്നിട്ട് നിന്റെ ജീവിതത്തിന്റെ സ്റ്റൈലാക്കിയിട്ട് മാറ്റണം. അങ്ങനെ വേണ്ട, അങ്ങനെ കുറേ തവണ വീട്ടിലേക്കുള്ള വസ്തുക്കൾ നീ തന്നെ വാങ്ങി ശീലിച്ച് നിന്റെ മനസ്സിനെ പാകപ്പെടുത്തും. ഹോം ഡെലിവറി കാലത്ത് ജാഗ്രത. അതൊക്കെ ഉപയോഗിക്കാം നമുക്ക്. നമുക്ക് വീട്ടിലേക്കുള്ള വസ്തുക്കൾ വാങ്ങാൻ മടിയുണ്ടെങ്കിൽ അതൊരു തരം കീപ്പറാണ്. 4, പാവപ്പെട്ടവർ ക്ഷണിച്ച പരിപാടിക്ക് പോകാൻ മൂപ്പർക്ക് ഭയങ്കര മടി.
ഗസാലി ഇമാമ് നമ്മളെല്ലാം നോക്കിയിട്ട് എഴുതിയ പോലെ ഉണ്ടല്ലേ ശരിക്കും. ഗസാലി ഇമാമിന് ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ആര് പറയുന്ന കാര്യം ഗസാലി ഇമാമ് പറഞ്ഞാൽ അതിന് ഫലം കുറച്ച് കൂടുതലായിരിക്കും. വല്ലാത്ത മുവഫഖായ മഹാനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അവരെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. പാവപ്പെട്ടവർ ക്ഷണിച്ച പരിപാടികൾക്ക് പോകാൻ മൂപ്പർക്ക് മടി. പാവപ്പെട്ട ഒരു പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ പോവില്ല. അയ്യടാ, അതൊരു പ്രശ്നം. പണക്കാര് വിളിക്കുന്നതിന് പാടെ എത്തിയിട്ടുണ്ടാവും. അത് പറ്റൂല മോനെ, എല്ലാവരുടെ അടുത്തും പോകണം. നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോകണം. അത് പാവപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കണമെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദീൻ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ കിബറില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് പോകണം. എന്റെ പുതിയാപ്പിളിനോട് കല്യാണം ഫോണിലൂടെയാണ് പറഞ്ഞത്. ഓളെ പുതിയാപ്പിളിനോടെല്ലാം നേരിട്ട് വിളിച്ചിനല്ലോ. അതുകൊണ്ട് നമ്മളും ഫാമിലിയും കല്യാണത്തിന് പോയില്ല. എന്തിനാ ഈ റമദാനിൽ നോമ്പൊക്കെ നോറ്റത്? എന്താ കാര്യം? മര്യാദക്ക് വിളിച്ചിട്ടില്ല. എന്തേ ഓരോരാളോട് പറഞ്ഞിട്ടില്ല. എത്താടാ ഇതിനെ കൊണ്ടല്ല കഥ? എന്തിനാ ഈ നോമ്പും തറാവിയൊക്കെ? നമ്മുടെ ഖൽബ് ശുദ്ധിയാവാനല്ലേ. അള്ളാഹു പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂന്നല്ലേ, അത്തഖ്വാ ഹാഉനാന്നല്ലേ. കിബർ ഉണ്ടാകാൻ പാടില്ല. കിബർ ഒരാൾക്കുണ്ടെങ്കിൽ, ഹസദ് ഉണ്ടെങ്കിൽ, ഉജുബുണ്ടെങ്കിൽ അയാൾ ആഖിബത്ത് ചീത്തയാകുമെന്നാണ് 5ാമത്തെ കാര്യം. ആഖിബത്ത് ചീത്തയാവുന്ന 8 കാര്യങ്ങളിലെ 5ാമത്തത് അതാണ്. വിശാലമായി പറയേണ്ടതാണ് ഉജുബ് ഹസദിനെ കുറിച്ചൊക്കെ. വിശദ പഠനത്തിന് ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ അസ്നൽ മത്വാലിബും, അഥവാ അസ്നൽ മത്വാലിബ് എന്ന പേരിൽ ഒരുപാട് കിതാബുണ്ട്. സക്കരിയ അൻസ്വാരി തങ്ങൾക്ക് ഫിഖ്ഹിലുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾക്ക് അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അഖാരിബ്, കുടുംബ ബന്ധം ചേർക്കലുണ്ട്. ഷെയ്ഖ് സൈനി ദഹ്ലാന് അസ്നൽ മത്വാലിബ് ഫീ നജാത്തി അബി ത്വാലിബ്, അങ്ങനെ കിതാബുണ്ട്. വേറെയും കുറെ കിതാബുകളുണ്ട്. അതിൽ നോക്കിയാൽ മതി. ഇബ്നു ഹജർ തങ്ങൾ തന്നെ എഴുതിയ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിലും ഉണ്ട്. കിബർ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഉള്ളിൽ പേടിയുണ്ടാവണം, ഞാൻ കിബറനാണോ? കിബർ ഉണ്ടെങ്കിൽ അയാളുടെ ആഖിബത്ത് പോകും. നമുക്ക് 8 പൂർത്തിയാക്കണം എന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറയാം.